നമസ്കാരം. ഇന്ത്യയിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവർ ഇവിടുത്തെ മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളാണ് ഇവിടെ സകല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന വിധത്തിൽ പ്രചരണം നടത്താൻ തുടങ്ങിയിട്ട് ഒരു വിഭാഗം അല്ലെങ്കിൽ ഒന്നിലധികം വിഭാഗങ്ങൾ പ്രചരണം നടത്താൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. മുസ്ലിങ്ങളുടെ മേല് ലവ് ജിഹാദ്, പിന്നെ തീവ്രവാദം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ചിട്ട് ഈ രാജ്യത്തെ ഹിന്ദുക്കളെ മുഴുവൻ ഇളക്കിവിട്ട് മുസ്ലിങ്ങൾക്കെതിരാക്കി ഹിന്ദു മതത്തിന്റെയും ക്ഷേത്ര സംരക്ഷണത്തിന്റെയും ഒക്കെ പേരിൽ ക്ഷേത്രങ്ങളിൽ ഹൈന്ദവ ആരാധനാലയങ്ങളിലേക്കുള്ള കോടികൾ, അവിടുത്തെ സ്വത്ത് മുതലുകളൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇറക്കി വിടുന്നത് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന നാളുകളാണിത്. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയൊക്കെ മറവിൽ ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ കൊള്ളരുതായ്മകൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു പ്രതിഷേധ സ്വരം അത് ഇന്ത്യയിൽ ഉയർന്നു വരേണ്ട സമയം കഴിഞ്ഞു. കേവല രാഷ്ട്രീയ ലാഭങ്ങൾ, വെറും രാഷ്ട്രീയ ലാഭങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ചിലരുടെയൊക്കെ നേതാക്കളുടെയൊക്കെ കീശ വീർപ്പിക്കുന്നതിനൊക്കെ വേണ്ടി മാത്രം ഹൈന്ദവ മതത്തെയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെയും ക്ഷേത്ര ആചാര വിശ്വാസങ്ങളെയും ഒക്കെ അവരുടെ അതിന്റെ സംരക്ഷണത്തെയും ഒക്കെ ആയുധമാക്കുന്ന കപട പ്രമാണികൾ, ആ കപട പ്രമാണികളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുവിന്റെ കാവലാളുകൾ, അവരൊക്കെയാണ് അത്ര ഹിന്ദുവിന്റെ കാവലാളുകൾ. ഹിന്ദു ഉണരണം എന്ന് പറയുന്നു. സത്യത്തിൽ ഹിന്ദു ഉണരണം. ഹിന്ദു ഉണർന്നു കഴിഞ്ഞാൽ ആരാണ് ഹിന്ദുവിന്റെ യഥാർത്ഥ ശത്രു എന്ന് മനസ്സിലാവും. ക്ഷേത്രങ്ങളുടെ രക്ഷകർ, ഞങ്ങളാണ് ക്ഷേത്രങ്ങളെ രക്ഷകർ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പ്രസംഗങ്ങളുമായി ജനങ്ങളെ കബളിപ്പിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ യഥാർത്ഥത്തിൽ ചെയ്തു കൂട്ടുന്നത് എന്താണ്? ഭക്തലക്ഷങ്ങൾ തങ്ങളുടെ വിയർപ്പൊഴുക്കി അല്ലെങ്കിൽ വിശപ്പടക്കി മാറ്റിവെച്ചിട്ടുള്ള നാണയത്തൊട്ടുകൾ, അതുകൊണ്ട് പടുത്തുയർത്തിയിട്ടുള്ള പുണ്യഭൂമി, ആ പുണ്യഭൂമിയിൽ ഇവർ സ്വന്തം അഴിമതിയുടെയും കൊള്ളയുടെയും താവളങ്ങളാക്കി മാറ്റി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. അയോധ്യയിലെ പുണ്യമണ്ണില് നമുക്കറിയാം എത്ര വിവാദമുണ്ടായി, എത്ര ബുദ്ധിമുട്ടിയാണ് ആ ഒരു വിശ്വാസം പൂർത്തിയാക്കിയത്. വലിയ വിവാദം, രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ വിഷയങ്ങൾ ഉണ്ടാകുമായിരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകുന്നത്. ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു പരിപൂർണതയാണ് അവിടെ സംഭവിച്ചത്. ആ പുണ്യമണ്ണിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകൾ നിറഞ്ഞ രാമക്ഷേത്രത്തിന്റെ പേരിൽ നടന്ന കൊള്ളയുടെ ആഴം എത്രത്തോളമാണെന്ന് SITയുടെ അന്വേഷണത്തിലൂടെ ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അയോധ്യയിലെ മണ്ണ് കൊള്ളയടിച്ചു, സ്ഥല വിൽപ്പനയിൽ വൻ തിരിമറികൾ നടത്തി, ഒടുവിൽ സാക്ഷാൽ ശ്രീരാമന്റെ പൊന്നുപോലും കൊള്ളയടിക്കാൻ വിശ്വഹിന്ദു പരിഷത്തിന്റെയും സംഘപരിവാറിന്റെയും പേരിൽ നേതാക്കളാണ് എന്ന് ചമഞ്ഞു നടക്കുന്ന ഒരു വിഭാഗത്തിന് ഒരു മടിയും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഈ കാണിക്ക വഞ്ചിയിൽ വരെ കൈയിട്ട് വാരുന്ന ഈ കൊള്ളസംഘം വിശ്വഹിന്ദു പരിഷത്തിന്റെയോ അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതികളുടെ ഒക്കെ ലേബലിലാണ് ഇന്നും വിലസുന്നത് എന്നത് ഈ ഭാരതത്തിലെ ഓരോ യഥാർത്ഥ വിശ്വാസികളെയും ലജ്ജിപ്പിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഈ നാട്ടിലെ സാധാരണക്കാരുള്ള ജനങ്ങൾ ചിന്തിക്കാതിരിക്കാൻ, അവർ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ ഈ അഴിമതിക്കാർ നിരന്തരം പശുവിനെ കുറിച്ചും മുസ്ലിമിനെ കുറിച്ചും ബീഫിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ട് സമൂഹത്തിൽ വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ഒരു വലിയ വിഭാഗത്തെ എപ്പോഴും ഏത് സമയത്തും ഭയത്തിലും സംശയത്തിന്റെ നിഴലുമൊക്കെ നിർത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കി തങ്ങളുടെ അധർമ്മങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടി ഇവർ നിരന്തരം ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഒരു സ്വത്വബോധമുണ്ട്, ഒരു ധാർമ്മിക ബോധമുണ്ട്, അതാണ് ഇവിടെ നശിച്ചു പോകുന്നത്. നമ്മുടെ ഭാരതത്തിന്റെ ഒരു സംസ്കാരമുണ്ട്, അതിനാണ് ഇവിടെ കോട്ടം തട്ടുന്നത്. ഇന്ത്യയിലെ ഒരു ജനവിഭാഗത്തെ എപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഈ കൊള്ളക്കാർ ഭാരതത്തിലെ വലിയൊരു ഹിന്ദു സമൂഹത്തോട് ചെയ്യുന്നത് ഏറ്റവും വലിയ വഞ്ചനയാണ്, ദ്രോഹമാണ്. ആ വിശ്വാസത്തെ ഒരു വിപണന വസ്തുവാക്കി മാറ്റിയിട്ട് ജനങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഈ രാഷ്ട്രീയ വ്യാപാരികൾ ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും ഈ രാജ്യത്തെ ഒരുമയുടെയും മതേതരത്തിന്റെയും ഒക്കെ തകർച്ചയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനനായി പങ്കെടുത്തിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ വലിയ കൊള്ളയെക്കുറിച്ച്, ഈ ഭീകര കൊള്ളയെക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല എന്നത് ഈ അഴിമതിക്ക് പിന്നിലുള്ള രാഷ്ട്രീയ സ്വാധീനം എത്രയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന്. പവിത്രമായിട്ടുള്ള ആരാധനാലയങ്ങൾ അത് കൊള്ളയടിക്കപ്പെടുമ്പോൾ രാജ്യം ഭരിക്കുന്നവർ പുലർത്തുന്ന ഈ ഒരു മൗനം, ഈ ഒരു നിസ്സംഗത അങ്ങേയറ്റം അപലപനീയമാണ്. ദൈവത്തിന്റെ പേരിലാണ് ഇവിടെ വോട്ട് പിടിക്കുന്നതും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതും വിഭജിക്കുന്നതും എല്ലാം. അതിന്റെയൊക്കെ പേരിൽ അതൊക്കെ എളുപ്പമാണ് താനും. എന്നാൽ അതേ ദൈവത്തിന്റെ സന്നിധിയിൽ നടക്കുന്ന കൊള്ളക്കെതിരെ ശബ്ദമുയർത്താൻ ഇവർക്ക് ധൈര്യമില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഈ കപട ദേശസ്നേഹികളുടെയും കപട ക്ഷേത്ര സംരക്ഷകരുടെയും പൊള്ളത്തരം തിരിച്ചറിയാൻ വേണ്ടി ഇന്ത്യയിലെ വിശ്വാസികളായിട്ടുള്ള ഹിന്ദു സമൂഹം അവർക്കതിന്റെ സമയമായിരിക്കുന്നു എന്ന് വേണം അറിയാൻ. അതുകൊണ്ടാണ് പറയുന്നത് ഹിന്ദു ഉണരണം. ഇനിയും നമ്മൾ ഈ വർഗീയ അജണ്ടകൾക്ക് മുന്നിൽ കണ്ണടച്ചു പിടിച്ചിരുന്നാൽ അവർ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനെയും പൂർണ്ണമായും വിറ്റഴിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
അതുകൊണ്ട് ഈ അഴിമതിക്കെതിരെ, ഈ കൊടുംവഞ്ചനയ്ക്കെതിരെ ഭയമില്ലാതെ ഇന്ത്യയിലെ ഓരോ പൗരനും പ്രതികരിക്കണം. യഥാർത്ഥ ജനാധിപത്യ ബോധത്തോടുകൂടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം ഇവിടെ സംഘപരിവാർ, അവരുടെ പോഷക സംഘടനകളൊക്കെ അവർ നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ ദേശീയതയുടെയും തീവ്ര വർഗീയതയുടെയും യഥാർത്ഥ ഒരു ലക്ഷ്യം കോർപ്പറേറ്റുകളുടെ, അവരുടെ സ്വന്തക്കാരുടെയും ബന്ധുക്കാർക്കും വേണ്ടിയിട്ടുള്ള കൊള്ള, അത് സുഗമമാക്കി അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. അതിന് തടസ്സം ഒന്നും ഉണ്ടാകരുത്, തടസ്സരഹിതമായിട്ട് എല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. അതൊന്നു മാത്രമാണ്, വേറൊന്നുമല്ല. രാമക്ഷേത്ര നിർമ്മാണത്തിനായി ശേഖരിച്ച കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് അതെങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കാൻ പോലും സാധാരണക്കാരായ അണികൾക്ക് ഇന്ന് ഭയമാണ്. കാരണം അതിന് പിന്നില് അത്രത്തോളം വലിയ ഒരുപക്ഷെ ഇവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തവരാണ്. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി പോലും മിണ്ടാത്തത്. ചോദ്യം ചോദിക്കുന്നവരെ മുഴുവൻ രാജ്യദ്രോഹികളായിട്ടും ഹിന്ദു വിരുദ്ധരായും ഒക്കെ ചിത്രീകരിക്കുന്ന ഈ ഒരു സംഘപരിവാർ ശൈലി ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ സ്വന്തം മോഷണങ്ങൾ മറച്ചുവെക്കാനുള്ള പുകമറ മാത്രമാണ്. അയോധ്യയിലെ ഭൂമി കുംഭകോണത്തില് വിശ്വഹിന്ദു പരിഷത്തിന്റെയും പ്രാദേശിക നേതാക്കൾ മുതൽ ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ പങ്കാളികളാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തരുടെ വികാരങ്ങളെ വിറ്റ്, അവരുടെ വിശ്വാസങ്ങളെ വിറ്റ് കാശാക്കുന്ന ഈ മാഫിയ സംഘം ഹൈന്ദവ സംസ്കാരത്തിന് തന്നെ വലിയ അപമാനമാണ് ഇപ്പോൾ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട വിശ്വാസികളുടെ കണ്ണീര്, അവരുടെ പ്രാർത്ഥന, അതൊക്കെ വിറ്റ് വലിയ കൊട്ടാരങ്ങളും രാഷ്ട്രീയ സാമ്രാജ്യങ്ങളും പണിയുന്ന ഈ കപട സന്യാസിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും മുഖമുണ്ടല്ലോ, അത് ജനങ്ങൾ തിരിച്ചറിയണം. ഹിന്ദുത്വത്തിന്റെ പേരിൽ ജനങ്ങളെ മുഴുവൻ ഹിന്ദുത്വത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് നിർത്തുമ്പോൾ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന ഈ വലിയ സാമ്പത്തിക കൊള്ള, ആ കൊള്ളയെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടുത്തെ മുഖ്യധാരാ പത്രങ്ങൾ പോലും തയ്യാറാകുന്നില്ല എന്നത് അങ്ങേയറ്റം ഭീതിജനകമാണ്. ഈ രാജ്യത്തെ കലാപങ്ങൾ, ഈ രാജ്യത്തെ അക്രമങ്ങൾ, അതൊക്കെ ഉണ്ടാക്കി നമ്മളെ ഭിന്നിപ്പിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായി വരുന്നത് എന്തിനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങളെ ഇതൊക്കെ ഈ കപട ഭക്തരിൽ നിന്ന് മോചിപ്പിച്ച് ഈ കൊള്ളക്കാരിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് യഥാർത്ഥ വിശ്വാസികളുടെ കടമയാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മാത്രം മതത്തെ ഉപയോഗിക്കുന്ന സംഘപരിവാർ അജണ്ടകളെ, അതിന് കൂട്ടുനിൽക്കുന്ന വിശ്വഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകൾ എന്നൊക്കെ പറഞ്ഞ് പുറത്തു വരുന്ന തട്ടിപ്പുകാരെ, ആ തട്ടിപ്പുകാരുടെ തട്ടിപ്പ് തുറന്നു കാട്ടാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. ജനാധിപത്യ ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ ഐക്യമൊക്കെ തകർത്ത് സ്വന്തം കീശ വീർപ്പിക്കുന്ന ഈ മാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണം. വിഭജന രാഷ്ട്രീയത്തിന് പിന്നില് സാമ്പത്തിക കൊള്ളകൾ, വിഭജിച്ചുകൊണ്ട് ഭരിച്ചിട്ട്, അല്ലെങ്കിൽ എന്താണോ ബ്രിട്ടീഷുകാർ ചെയ്തത് അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ വിഭജിച്ച് ഭരിച്ചുകൊണ്ട് ഇവിടെ കൊള്ള നടത്തുക, ജനങ്ങളെ കൊള്ളയടിക്കുക. മനുഷ്യർ ഒന്നായി നിന്ന് ഈ അനീതിക്കെതിരെ പോരാടേണ്ട സമയം എന്നോ കഴിഞ്ഞിരിക്കുകയാണ്. നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, സമാധാനപൂർണമായിട്ട് ഒരു ഭാരതത്തിന് വേണ്ടിയിട്ട് ഈ കപട സംരക്ഷകരുടെ മുഖംമൂണ്ടികൾ നമ്മൾ വലിച്ചു കീറി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം നശിച്ചു പോകും. Different angles. Don't forget to subscribe and support this channel.